വൈകുന്നേരം കേട്ട വളരെ സങ്കടകരമായ വാർത്തയും പിന്നീട് നമ്മൾ ഇന്നലത്തെ രാത്രി മുഴുവൻ ചർച്ച ചെയ്തതുമായ വാർത്തയായിരുന്നു ഈ മലപ്പുറം മങ്കട വെള്ളലരിയിൽ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവം. അതിൻ്റെ അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കുട്ടികളുടെയൊക്കെ ഖബറടക്കം ഇന്നാണ് നടക്കുന്നത്. മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും. തുടർന്ന് കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇടിമിന്നലേറ്റ മറ്റ് 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഏറെ സങ്കടകരമായ സംഭവമാണ്, പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത്. ഇതിപ്പോൾ ഈ മറ്റ് നടപടിക്രമങ്ങൾക്ക്, അതായത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളൊക്കെ തുടങ്ങിയോ? പൊതുദർശനം ഒക്കെയുള്ള കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അല്പസമയത്തിനകം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്നൊരു നടപടിയിലേക്കാണ് പോകുന്നത്. ഇന്നലെ വൈകിട്ട് 4:30ഓടെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ ആ അപകടം നടന്ന ആ സ്ഥലത്താണ്. സാധാരണഗതിയിൽ കൂടുതലായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും വൈകിട്ട് നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥയുമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്താറുണ്ട്. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളായ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവിടെ സമയം ചിലവഴിക്കുന്നതും. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം, കാരണം ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ റോഡിൽ നിന്ന് അല്പം മാറിയാണ് ഈ ചെരുവ്, ഈ അപകടം നടന്ന സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ എത്തിയിരുന്നില്ല. അതിനിടയിൽ ഏതാണ്ട് പിന്നീട് ഇവിടെ കാണാനെത്തിയ ആളുകൾ ആണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കിടക്കുന്നതും കാണുന്നതും പിന്നീട് ഇവരെ കാര്യങ്ങൾ അറിയിക്കുന്നതും. പ്രദേശവാസികൾ തന്നെയാണ് ഇതിനെല്ലാം, ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയതും. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴാണ് ഈ സംഭവിച്ചത്? എപ്പോഴാണ് നിങ്ങൾ അറിയുന്നതൊക്കെ? നമ്മൾ അറിയുന്ന അരമണിക്കൂർ വൈകിട്ടാണ് അറിഞ്ഞത്. അത് സംഭവിച്ചിട്ട് അരമണിക്കൂർ വൈകിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക. ആ സമയത്ത് എന്തായിരുന്നു? ആ സമയത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി 2 പയ്യന്മാർ ഈ പാറപ്പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരാണ് ഇവരെ കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അവരാണ് മുകളിൽ ഈ ഒരു ഏട്ടുണ്ട്, ചായ കൊണ്ടുപോകുന്ന ഒരു ഏട്ടുണ്ട്, മൂപ്പരെ അറിയിച്ച്. മൂപ്പരാണ് ഇവിടെ വന്നിട്ട് ആളെ നോക്കുമ്പോൾ നാട്ടിലത്തെ പയ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാണ് ഞങ്ങളെ നാട്ടിലത്തെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചേക്ക്. പിന്നെ എല്ലാവരും ആൾ പെട്ടെന്ന് കൂടി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടത്താൻ പറ്റി. 2 പേരെ ജീപ്പിലാണ് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ പുറകിൽ 2 ആംബുലൻസ് വന്നു. പിന്നെ അവിടെ എത്തിയിട്ടാണ് ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പാറേൻ്റെ താഴെ വശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ താഴെ പോയിട്ട് എടുത്തു. ആ സമയത്ത് തെറിച്ചു പോയി താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ തെരച്ചിൽ നടത്തിയിട്ട് പിന്നെ ആളെ കിട്ടി. പെട്ടെന്ന് ആശുപത്രിക്ക് എത്തിക്കാൻ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പെരുന്നവണ്ണയ്ക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ. നിലവിൽ ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും തിരക്കിലായതുകൊണ്ട് വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നോർമലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥിരമായി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ടോ? അങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇവിടെ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ നിന്നും പുറത്ത് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഈ നിലവിലെ ഈ കൂടുതലായി യുവാക്കളാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി ഇങ്ങോട്ട് എത്താറ്? യുവാക്കൾ വരും, ഫാമിലീസ് വരും. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം വരുന്ന സ്ഥലമാണ് ഇവിടെ. സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. ഇതുവരെ ഇങ്ങനെ അപകടം ഇവിടെ നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. ഈ കൂടുതൽ ഈ രക്ഷാപ്രവർത്തനം ഇങ്ങോട്ടേക്ക് വണ്ടികൾ ഉൾപ്പെടെ എത്താത്തൊരു സാഹചര്യം ഉണ്ട്. വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പുറത്ത് കോറി റോഡാണ്. അപ്പോൾ ആ റോഡ് മോശമായതുകൊണ്ട് ആരും ഇതിലെ പാസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെ വീട് കുറച്ച് അപ്പുറത്താണ്. പിന്നെ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും അവിടെ കടയിൽ നിന്ന് എല്ലാവരും കൂടി വന്ന് രക്ഷാപ്രവർത്തനത്തിലൊക്കെ ചിതറി കിടക്കായിരുന്നു. കുട്ടികളെല്ലാം 4 വഴിക്കായിട്ട് കിടക്കായിരുന്നു ഒക്കെ. അങ്ങനെയാണ് എല്ലാവരും എടുത്തു കൊണ്ടുപോയി കിട്ടിയ വണ്ടിക്കൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ച. നിലവിലൊരു സാഹചര്യം ഇപ്പം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. ഈ മരിച്ചവർ അയൽവാസികൾ തന്നെയാണ്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്? അതെ, എല്ലാ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ തന്നെ. അവർ കുട്ടികളാകാകുമ്പോൾ എന്നും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും പുറത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മരിച്ചു അവരുടെ ഒരു പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം പൊതുദർശനം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഇവിടെ ഓഡിറ്റോറിയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ശരി സരീഷ്, ശരി, പ്രതികരണം എടുക്കൂ. സരീഷിലേക്ക് വരാം. വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായത്. 4 കുട്ടികൾക്ക്, 4 വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് ഒക്കെ പ്രായമുള്ള പിള്ളേരാണ്, അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്.